This is my third time here. അതായത് ഞാനിപ്പം താഴത്തെ ബുക്കിൽ എഴുതി the energy here is unmatchable. അപ്പം എവറി ടൈം ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജിയാണ് വീണ്ടും ഒരവസരത്തേക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പ്രചോദനം തരുന്നത്. ആൻഡ് ആദ്യമായിട്ടാണ് ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ റിലീസാണ്. ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? Looking forward to watch it. February 28th വരുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ വന്നുകൊണ്ട് എല്ലാവർക്കും ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ഉള്ളതല്ലേ, ആരും കേൾക്കാനും വരുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണ്. ആൻഡ് നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ചെയ്തൊരു പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടം അതാണ് റിലേറ്റ് ചെയ്യാൻ പറ്റിയ റിലേഷൻഷിപ്സ് ഉള്ളവർക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല പേരൻസ് ആയിട്ടും ഒക്കെയുള്ള റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങളൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഭയങ്കര രസകരമായിട്ട് വിഷ്ണു എഴുതി വെച്ചിട്ടുണ്ട്. And the character is called Lissy in Love and Construction. So, and my question to you, of course, but Lissy, what advice, relationship advice would you give the girls? Lissy, the character. Hi, happy Valentine's Day. Committed ആയിട്ട് മാത്രമല്ല നമ്മളെ സിംഗിൾ ആൻഡ് യങ് ആയിരുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ. ലിസി കൊടുക്കാനല്ലേ ഇതല്ലേ അതായത് സ്നേഹിക്കാം, പക്ഷേ ഒരിക്കലും വഞ്ചിക്കരുത്. സ്നേഹിക്കാം, അതേപോലെ സ്നേഹത്തിലേക്ക് കാര്യം പറയാം. വാലന്റൈൻസ് ഡേ ആണെങ്കിൽ നോക്കണ്ട, വായി പറയാം, അത്രേ ഉള്ളൂ. ഇത് വിഷ്ണു ചേട്ടൻ, he is the director of the film, and ഏറ്റവും സംസാരിക്കുന്ന വിഷ്ണു ചേട്ടനാണ്. But give them 2 reasons to watch Love Under Construction. ഹലോ ഇതെന്റെ സെക്കൻഡ് ടൈമാണ്. പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റാഫോ പ്രിൻസിപ്പളോ ടീച്ചേഴ്സോ ആരും വന്നിട്ടില്ല. ഞാൻ എൻ്റെ കോളേജ് ടൈമിൽ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി സെക്യൂരിറ്റിയെ കണ്ടുപിടിച്ച് എൻഗേജ്മെന്റ് പോയി അവരെ നോക്കിയത് എല്ലാവരും അതിനോടുള്ള ആനന്ദമാണ്. ഇനി ഇവിടുത്തെ സെക്യൂരിറ്റി ശക്തപ്പെടുത്തുന്നതെന്ന് രണ്ടാമത്തെ റീസൺ ഇത് നിങ്ങൾ കണ്ട് വിജയിപ്പിച്ചാൽ മാത്രമേ വേറൊരു പാഠമായിട്ട് എനിക്ക് തരാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കാം. But I want to ask you, Gauri, do you remember your first love? Yes? But when, where, how? സ്കൂളിൽ തന്നെയായിരുന്നു. as cliche as it sounds, love at first sight ആയിരുന്നു വേണമെങ്കിൽ പറയാം. കോറിഡോറിൽ കണ്ട് പെട്ടെന്നൊരു സ്പാർക്ക്. ഞാൻ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്തു. അപ്പോ അതിനൊരു കുഴപ്പമില്ല. യു ലൈക്ക് ഇറ്റ് ഐ ഷോ ഇറ്റ് അങ്ങനത്തെ ആണാണ് അങ്ങനെയൊന്നുമില്ല. ആൻഡ് വി ഡേറ്റഡ് ഫോർ എ കപ്പിൾ ഓഫ് ഇയേഴ്സ്. പിന്നെ അത് ലോങ് ഡിസ്റ്റൻസ് വർക്ക് ആയില്ല. ബട്ട് ഫസ്റ്റ് ലവ് ഇസ് ഫസ്റ്റ് ലവ്.